ഭുവനേശ്വരി നമഃ. നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ഏത് ഭാഗ്യദിശയിലാണ് നിലനിൽക്കേണ്ടത്. ഇത് പറയാൻ കാരണം പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മളുടെ ഭാഗ്യം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കപ്പെടുമോ, അതോ നമ്മൾ ദേശാധിപത്യം മാറേണ്ടതുണ്ടോ? വളരെ കഷ്ടപ്പെട്ടായിരിക്കും വിദേശത്ത് വരിക, അല്ലെ സ്വദേശത്തുനിന്ന് പരദേശത്തേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോവുക. പക്ഷെ അവിടെ ചെന്ന് പെടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സൗഭാഗ്യമോ സമ്പത്തോ തൊഴിൽപരമായ ഒരു പ്രൊട്ടക്ഷനോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കപ്പെടാതെ വരും. അപ്പം നമ്മൾ വീണ്ടും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നൊരു ചോദ്യം എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മളുടെ അനുഭവ യോഗഫലമായിരിക്കാം, എങ്കിൽ പോലും നമ്മളൊരു കരുതൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഈ കരുതൽ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ജാതകത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രഹനില തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ബർത്ത് ഓഫ് പ്ലേസും ഒക്കെ വെച്ച് കണക്കാക്കി നമ്മൾ ഗ്രഹനില കണക്കാക്കി കഴിയുമ്പോൾ നമ്മുടെ ഭാഗ്യദിശ അല്ലെങ്കിൽ ഭാഗ്യഗ്രഹം ഏതാണ്, ഏത് ദശാസന്ധിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായ സൗഭാഗ്യങ്ങൾ ലഭിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ ജാതകത്തിലെ ശുക്രൻ, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ രാശി വളരെ പ്രാധാന്യം അർഹിക്കുന്ന രാശി തന്നെയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ജാതകം തയ്യാറാക്കുമ്പോൾ 12 രാശിയിൽ 11 ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ, ഗുളികൻ ഉൾപ്പെടെ 11 ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ആ ജാതകത്തിലെ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാ ഗ്രഹനിലയിലും ഏതെങ്കിലും ഗ്രഹങ്ങൾ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ തന്നെ വരാം. സ്വാഭാവികമായും ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ട് നമുക്ക് അങ്ങനൊരു ഗുണഫലം നമ്മുടെ ജാതകത്തിൽ ഉണ്ടാവും. പക്ഷെ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് പൂർണ്ണമായ ഒരു ബലം നമുക്ക് ലഭിക്കപ്പെടും. ആ പൂർണ്ണമായ ഒരു ബലം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ഭാവാധിപ രാശി ഏത് രാശിയിലാണ്, ഏത് ഭാവത്തിലാണ് ആ രാശി നിൽക്കുന്നത്, ഇതും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സൗഭാഗ്യ ദിശ, ഏത് സ്ഥലത്ത് അല്ലെ ഏത് ദിശയിലാണ് നമ്മൾ നിൽക്കേണ്ടത്, ആ ദിശയുമായി ബന്ധപ്പെടുന്ന യോഗകാരകത്വം നമുക്ക് കടാക്ഷിക്കപ്പെടുമെന്നുള്ളത് എടുത്തു പറയാൻ സാധിക്കും. രണ്ടാമത്, നമ്മൾ പണസമ്പാദ്യത്തിന് വേണ്ടിയുള്ള യാത്ര. ചിലപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെന്റ് ഒപ്പിട്ട് നമ്മളൊരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സെയിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയോ മറ്റെന്തെങ്കിലും കച്ചവടവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ പണസമ്പാദ്യത്തിന് വേണ്ടി ഒരു യാത്ര നമ്മൾ പോകുന്നു. നമുക്കത് വലിയൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ടൈപ്പ് ഉണ്ടാകുന്ന ബിസിനസ് ആയിരിക്കാം. ഏത് തരത്തിലായാലും ഒരു ഇൻട്രൊഡക്ഷൻ അതിന് വരികയും, അല്ലെങ്കിൽ അത് സംസാരിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ നമ്മളത് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ജാതകത്തിലെ 2ാം ഭാവം ഏത് ഗ്രഹമാണ് എന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതിൽ ഏത് രാശിയാണ് എന്ന് ശ്രദ്ധിക്കണം. ആ രാശിയിൽ നിൽക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണോ എന്ന് ശ്രദ്ധിക്കണം. അതിലുപരി ആ ഗ്രഹദശാസന്ധിയാണോ എന്ന് നമ്മൾ നോക്കണം. അതൊക്കെ നമുക്ക് ജാതകത്തിൽ ആ ദിശയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കപ്പെടുകയും, പണം നമുക്ക് ലഭിക്കപ്പെടുന്നതാണോ, ആ ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് വ്യാഴം, ശുക്രൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വ്യാഴം ദൈവാധീന രാശിയാണ്. രണ്ടാമത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നമ്മൾ വളരെ പോഷ് സ്റ്റൈലിൽ, നമ്മൾ എന്താ പറയുക, ആടയാഭരണ ഭൂഷണാദികളോട് വളരെ സൗഭാഗ്യത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി, നമുക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും, മറ്റൊരാൾ നോക്കുന്ന സമയത്ത് നമുക്ക് കുശുമ്പ് തോന്നുന്ന തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് വരാം. നമുക്ക് നല്ലൊരു കാറ് വരാം, നല്ലൊരു വാഹനം, നല്ലൊരു ഭവനം, അത്തരത്തിലുള്ള നമുക്ക് എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ, നമ്മുടെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ എല്ലാ തരത്തിലും നമുക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരുന്നൊരു ഗ്രഹം തന്നെയാണ് ശുക്രൻ. നമ്മളിടത്തിൽ അവന് ശുക്രദശയാണ് എന്നൊക്കെ നമ്മൾ തമാശക്കാണെങ്കിലും പറയും. ആ ശുക്രൻ നമുക്ക് വളരെ അലങ്കാരപൂരിതമായ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു ഗ്രഹം തന്നെയാണ്. പക്ഷെ ചിലപ്പം നിലനിൽക്കണമെന്നില്ല. കാരണം നമ്മുടെ ജാതകത്തിലെ ഏറ്റവും കൂടുതൽ ഗുണപ്രദമാകുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ്. ശനി തരുന്നത് പോലെ മറ്റൊരു ഗ്രഹവും നമുക്ക് തരില്ല. ശനി അത്രയ്ക്ക് ശ്രേഷ്ഠമായ ശനിയാണ്. ശനിയുടെ ഒരു ഗുണമെന്ന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ശനിയിൽ നമ്മൾ സമ്പാദിക്കപ്പെടുന്ന സമ്പത്ത്, സ്വത്ത്, സൗഭാഗ്യങ്ങളൊക്കെ നിലക്ക് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും. നമുക്ക് ചിലപ്പോൾ ആ സ്വത്ത് പോലും, നമ്മൾ ആ സമ്പാദിക്കുന്ന ഭൂസ്വത്ത് അല്ലെങ്കിൽ ആ സ്വത്ത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷെ വ്യാഴത്തിലോ ശുക്രനിലോ ഒക്കെ സമ്പാദിക്കുന്ന സ്വത്ത് ചിലപ്പം നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ അടിച്ചു പൊളിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ പോസ്റ്റ് സ്റ്റൈൽ ജീവിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും ഈ ശുക്രനും കൊണ്ടുള്ള ഒരു ഫലം. വ്യാഴം നമുക്ക് ദൈവാധീന രാശിയാണ്. ഇതൊക്കെ നിലനിൽക്കണം. സൃഷ്ടിസ്ഥിതി ഭാഗബലം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ഭാഗം സ്ഥിതിയായിട്ട് നിൽക്കണമെങ്കിൽ വ്യാഴത്തിന്റെ ഒരു ഫലം നമുക്ക് അനുകൂലമായി വന്നെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്, നമ്മുടെ സൗഭാഗ്യം, പ്രശസ്തി, ബഹുമതി, ഇത്തരത്തിലുള്ള ഗുണഫലങ്ങൾ നമുക്ക് വരണമെങ്കിൽ, പ്രത്യേകിച്ച് ജാതകത്തിലെ 10ാം ഭാവം, ഈ പ്രശസ്തി, അംഗീകാരം, സൗഭാഗ്യമൊക്കെ വരുന്നത് കൂടുതലും
എന്താ പറയുന്നത്, സാഹിത്യ കലാരംഗത്ത് നിൽക്കുന്ന, സിനിമാ രംഗത്ത് നിൽക്കുന്ന, സാംസ്കാരിക കായിക രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ പേരും പ്രശസ്തികളൊക്കെ നമുക്ക് കൂടുതലായും വരുന്നത്. തീർച്ചയായിട്ടും അവർ അത് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. നമ്മളെന്താ പറയുക, സമൂഹ മധ്യത്തിൽ നമ്മളൊരു വലിയൊരു ഒരു ഒരു ഭാഗം അവർക്കുണ്ട്, കലാകാരന്മാർക്കുണ്ട്, അതുപോലെ കായിക സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കുണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കുണ്ട്. ഇവർക്കൊക്കെ സ്ഥാന ഗുണങ്ങൾ ഉണ്ടാവണമെങ്കിൽ, പ്രത്യേകിച്ച് ആ കർമ്മഭാവം, 10ാം ഭാവത്തിൽ 10ാം ഭാവാധിപ ഗ്രഹവും 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയും ആ രാശിയുടെ ഫലത്തെയും നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് ഒരു ബ്രേക്കിംഗ് കാലയളവ്, മറ്റുള്ളവരുടെ സപ്പോർട്ടോടുകൂടി ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നീണ്ട കാലയളവിലേക്ക് അവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ നിലനിർത്താൻ സാധിക്കപ്പെടുന്ന ഒരു ഗുണഫലം, ആ ദശാസന്ധി യോഗഫലം ഉണ്ടോ എന്ന് നമുക്ക് കർമ്മഭാവം കൊണ്ട് അറിയാൻ സാധിക്കുള്ളൂ. എങ്കിലും സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തെ വളരെയധികം ചിന്തിക്കണം ഒരു ജാതകത്തിൽ. കാരണം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് ചാരവശാൽ പറയുമ്പോൾ ഓരോ മാസവും ആ രാശി സംക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് നിൽക്കുന്ന ഗ്രഹനിലയിൽ നമ്മുടെ ജാതകത്തിൽ സൂര്യന്റെ പവർ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു ഗ്രഹം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ പവർഫുള്ളായ ഒരു ഗ്രഹമാണോ എന്ന് നമ്മൾ നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അവിടെയാണ് കർമ്മഭാവവുമായി അവന് ബന്ധമുണ്ടോ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് വളരെ അനിവാര്യമായിരിക്കും. നാലാമതായി, ജാതകത്തിൽ ദോഷങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ സൗഭാഗ്യങ്ങളൊക്കെ പറയുമ്പോൾ ദോഷമായ ഒരു ഗ്രഹത്തിലാണ്, അല്ലെ ആ ഒരു ദശാസന്ധിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, നമ്മൾ ദൂരദേശത്ത് പോകുന്ന പലരും ഈ പല കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പൊറുതി മുട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. നമ്മൾ സ്വദേശത്തു നിന്ന് എങ്ങനെയും രക്ഷപ്പെടാമെന്ന് വിദേശത്തിലും, വിദേശത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ സ്വദേശത്ത് നിന്നതിനെക്കാട്ടിൽ ബുദ്ധിമുട്ടായിട്ട് വിദേശത്ത് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അഭിമുഖീകരിക്കപ്പെടുക. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നത് സ്വാഭാവികമായും നമ്മൾ ദോഷകാരിയായ ഒരു ദശാസന്ധിയിലായിരിക്കണം നമ്മൾ പോകുന്നത്. അതുകൊണ്ടായിരിക്കണം നമ്മളെ അത് ബാധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദോഷമായി നിൽക്കുന്ന ഗ്രഹം ഏതാണ്, ഏത് രാശിയാണ്, ഏത് ഭാവത്തിലാണ് ആ ഗ്രഹം നിൽക്കുന്നത്, ഇത് നമ്മൾ ചിന്തിക്കുക. അത് വളരെയധികം അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ആ ദിശാസന്ധിയിൽ, പ്രത്യേകിച്ച് ഈ ദോഷമായ ഗ്രഹങ്ങളുടെ ദശാസന്ധിയിൽ യാത്രയോ സ്ഥാനചലനമോ അധികാര മാറ്റങ്ങളൊക്കെ തന്നെ സംഭവിക്കപ്പെടാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പം ഈ ജോലിയൊക്കെ നമ്മൾ മാറുന്ന ഒരു അവസ്ഥയുണ്ടാകാം. ചിലപ്പോൾ നമുക്ക് ജോലി വേണ്ട, വേറൊരു ജോലിയിലേക്ക് പോകാം. ചിലപ്പോൾ നമ്മൾ ആ ദോഷമായ ഒരു സമയത്തായിരിക്കും നമ്മളത് ചിന്തിക്കപ്പെടുന്നത്. അപ്പൊ ദോഷമായ ഒരു സമയം എന്ന് പറയുന്ന ജാതകത്തിൽ ആ ദശാപഹാരം അനുകൂലമല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ ജോലി മാറുമ്പോൾ നമുക്ക് കിഴക്കൊന്നും വന്നതുമില്ല, ഒറ്റാലി കിടന്നതുമില്ല എന്ന് പറയുന്ന ഒരു പ്രമാണം നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമുക്കൊന്നും ലഭിക്കപ്പെടാതെ വരും. അവിടുന്ന് കിട്ടേണ്ടത് കിട്ടുമോ അതുമില്ല, വേറൊന്നിനെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമുക്കത് ലഭിക്കപ്പെട്ടോ അതുമില്ല. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആ ദോഷമായ ഗ്രഹങ്ങൾ ഏതാണ്, ദോഷമായ രാശി ഏതാണ്, ആ ദശാസന്ധി യോഗഫലം വളരെയധികം സൂക്ഷിച്ച് കണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മളുടെ സ്ഥാനത്തിനും നമ്മുടെ ജോലിക്കും നമ്മുടെ അഭിവൃദ്ധിക്കും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് യാത്രാപരമായ കാര്യങ്ങളൊക്കെ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ചിലപ്പം ചില ധനനഷ്ടം ഉണ്ടാകാം, ആരോഗ്യ നഷ്ടം ഉണ്ടാകാം, ആയുസ് നഷ്ടം ഉണ്ടാകാം. ഇതൊക്കെ സംഭവിക്കപ്പെടും നമ്മുടെ ദോഷമായ ഒരു ദശാസന്ധിയിൽ യാത്രാഭാഗബലങ്ങളും സ്ഥാനചലനങ്ങളും ഒക്കെ സംഭവിക്കപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പം നമ്മൾ ശുഭഗ്രഹങ്ങളെ, ശുഭരാശിയെ, ശുഭഭാവത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ദോഷമായ ഗ്രഹം ഏതാണ്, ദോഷമായ രാശി ഏതാണ്, ദോഷമായ ഭാവം ഏതാണെന്ന് തിരിച്ചറിയുകയൂടെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇത്തരത്തിൽ സൂക്ഷ്മമായി നമ്മുടെ ജാതകത്തെ സ്പെസിഫൈ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വളരെ ഉന്നതി ഉണ്ടാകുകയും ദോഷഫലത്തിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കപ്പെടുകയും ചെയ്യും. ഈ ദോഷമായ ഒരു സമയമാണെങ്കിൽ അതിനുവേണ്ട പരിഹാരങ്ങൾ നമ്മൾ കഴിക്കാം. ഇനി ശുഭമായ ഒരു ദശാസന്ധി ആണെങ്കിലും അതിനും പരിഹാരം കഴിക്കണം. കാരണം ഇത് നിലനിന്നു പോവുക എന്നൊരു ഭാഗബലം കൂടിയുണ്ട്. അല്ലെ, നമ്മൾ സമ്പാദിക്കപ്പെടുന്ന സമ്പത്ത് സൗഭാഗ്യമൊക്കെ തന്നെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ സാധിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അപ്പൊ അതൊക്കെ നിലനിർത്തുക എന്നൊരു ഭാഗത്തിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നതും വളരെ നന്നായിരിക്കും. ഇത്തരത്തിലുള്ള ഭാഗബലങ്ങളോടുകൂടി ജാതക പരിശോധന നടത്തുന്നത് അനിവാര്യമായിരിക്കും. ഇതൊരു അറിവാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണപ്രദമായ ഒരു ഭാഗബലം തന്നെയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.